എനിക്കിപ്പം കേരള ക്രൈം ഫയൽ സീസൺ 2 സക്സസ് സെലിബ്രേഷന് വന്ന പോലെ ഒന്നും തോന്നുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെയാണ് തോന്നുന്നത്. ഇവിടെയുള്ള എല്ലാവരും ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. എസ്പെഷ്യലി ജൂൺ ഫാമിലി ഒരുപാട് പേരെ ഇന്നാണ് വീണ്ടും എനിക്ക് കാണാൻ പറ്റുന്നത്. 2017 വളരെ യാദൃശ്ചികമായി എനിക്കൊരു കോൾ വരികയായിരുന്നു. മഴവിൽ മനോരമയിൽ ഞാൻ ആങ്കർ ചെയ്തിരുന്നു. ഇപ്പം മഹേഷ് ഏട്ടൻ വലിയ എഡിറ്ററൊക്കെ ആയി. നമ്മളൊക്കെ മഴവിൽ മനോരമയിൽ തുടങ്ങിയ ആൾക്കാരാണ്. അപ്പം അന്ന് എനിക്കൊരു കോൾ വന്നിട്ട് പറഞ്ഞു, ഒരു കഥ കേൾക്കുമോ രജിഷ? ഞാൻ പറഞ്ഞു എന്താ? എൻ്റെ അന്ന് ഞാനൊരു കഥ കേട്ടു. ആ കഥ ഭയങ്കര ഞാനും അമ്മയും കൂടെ കേട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഒരു കഥയും കൂടെ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് അടുത്ത കഫേയിലോട്ട് കയറുമ്പം ഞാൻ ചുറ്റും നോക്കാം. ഇപ്പം ഒരു കഥ പറയാൻ വരുന്ന ഒരാൾ ഏകദേശം ഒരു 25+ ഒക്കെ ഉണ്ടാവും നമ്മൾ കാണുമ്പോൾ. ഇത് നോക്കുമ്പോൾ ആരും അങ്ങനെ അവർ ഏജ് റേഞ്ചിൽ ആരെയും കാണുന്നില്ല. അവിടെ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ, ഞാൻ അന്ന് അഹമ്മദ് ഈ കോലമേ അല്ല, ഒരു ഇന്ന് നമ്മൾ പറഞ്ഞൊരു ജെൻസി ഓട്ടോനൊക്കെ പോലെയുള്ള ഒരു പയ്യൻ. അപ്പോ ഞാൻ പോയി അപ്പൊ അഹമ്മദ് ഇങ്ങനെ ഞാനാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തു. വിത്തിൻ 5 minutes നരേഷൻ തുടങ്ങി. ആൻഡ് ഞാൻ അതിന് ശേഷവും എനിക്കൊന്നൊരു 10-15 സിനിമകളിൽ വർക്ക് ചെയ്തു. ഇതുവരെ ഇങ്ങനെ ഒരു നരേഷൻ ഞാൻ കേട്ടിട്ടില്ല. അതെന്തിന് ഞാൻ ഇവിടെ പറയുന്നു എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അന്ന് അഹമ്മദ് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കുറച്ച് പ്രേമിച്ചൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അന്ന് അഹമ്മദ് എൻ്റെ അടുത്ത് വന്നത് 3 ഫയലും കൊണ്ടാണ്. ഒരു ബൗണ്ട് സ്ക്രിപ്റ്റ്, ഒരു ക്യാരക്ടർ സ്കെച്ച്, ഒരു ലൊക്കേഷൻ റെഫറൻസ് ആൻഡ് ഇഫ്തിയുടെ മ്യൂസിക്. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഒരു നരേഷന് പ്രിപ്പയർഡ് ആയി വന്നിട്ട്. ആൻഡ് ആ മൊമെന്റിൽ തന്നെ നമ്മൾ ഇങ്ങനെ ആദ്യമായിട്ട് ഒരാളോട് പ്രേമം തോന്നുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ആവുമെന്ന് പറയില്ലേ, അതുപോലെ ആദ്യമായിട്ട് ഒരു നരേഷൻ കേട്ട് കഥയിൽ ഞാനിങ്ങനെ ഫ്ലാറ്റ് ആയി വീണത് അഹമ്മദിൻ്റെയാണ്. ആൻഡ് ഐ എം സോ ലക്കി ദാറ്റ് ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ജൂൺ. കാരണം ഇന്നും ഞാൻ പല സ്ഥലത്തും പോകുമ്പം, തമിഴിൽ പോകുമ്പം, തെലുങ്കിൽ പോകുമ്പോഴൊക്കെ എൻ്റെ ഐഡന്റിറ്റി ആദ്യം അവരറിയുന്നതും എന്നെ കണ്ടാൽ മനസ്സിലാക്കുന്നതും ജൂൺ എന്ന് പറയുന്ന സിനിമയിലാണ്. ജൂണിൽ നിന്നും ഇപ്പം KCF സീസൺ 2 വരെയുള്ള അഹമ്മദിന്റെ യാത്ര, as somebody who has seen him grow from here till here, I'm so bloody proud. കാരണം ജോണേഴ്സ് ഷിഫ്റ്റ് ആയി. ജോണറിൽ KCF സീസൺ 1 സെറ്റ് ചെയ്തിരിക്കുന്ന ബെഞ്ച് മാർക്കിന്റെ മുകളിലോട്ട് കയറാൻ സാധിക്കുക ആസ് എ ഫിൽം മേക്കർ ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി. ഐ എം സോ പ്രൗഡ് ദാറ്റ് യു ഹാവ് ഡൺ ദാറ്റ് അഹമ്മദ്. ആൻഡ് അഹമ്മദിന് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അഹമ്മദിന്റെ കൂടെ അഹമ്മദിനെ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന, അഹമ്മദിൽ അത്രയും വിശ്വസിക്കുന്ന ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ടീം അഹമ്മദിനുണ്ട്. റൈറ്റ് ഫ്രം സ്റ്റാൻസ്, റൈറ്റ് ഫ്രം ഇക്ക, ആൻഡ് ഇപ്പം ബാഹുൽജി ആൻഡ് പ്രതാപ് ഏട്ടൻ ആൻഡ് എവറി സിംഗിൾ പേഴ്സൺ. സീസൺ 2 കണ്ടു കഴിഞ്ഞപ്പം ഗൂസ് ബംസ് ആയിരുന്നു. അത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, നൂറിൻ, രഞ്ജിത്ത്, so many people have acted, Sanju, so many people have acted, and Arjun Radhakrishnan, what a fine performance, what a performance. പിന്നെ നമ്മളെന്നും കാണാൻ കൊതിക്കുന്ന, നമ്മളെന്നും റെസ്പെക്ട് ചെയ്യുന്ന ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും, അശോകൻ ചേട്ടനാണെങ്കിലും, ലാൽ സർ ആണെങ്കിലും, അജു ചേട്ടനാണെങ്കിലും, എല്ലാവരുടെയും വർക്ക് ആൻഡ് ടെക്നിക്കലി ഷാം, എവറിബഡി. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ദ ഹോൾ ടീം. അഹമ്മദ് എന്ന് പറയുന്ന സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അഹമ്മദ് എന്ന പ്രൊഡ്യൂസറുടെ കൂടെയും വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. മങ്കി ബിസിനസ് ഒക്കെ തുടങ്ങി കോടികൾ സമ്പാദിക്കുന്നു എന്ന് അറിയുന്നു. എനിവേസ്, കൺഗ്രാറ്റുലേഷൻസ് ടു ദ ഹോൾ ടീം. കൺഗ്രാറ്റുലേഷൻസ് ടു ഹോട്ട്സ്റ്റാർ. റിയലി വെയിറ്റിംഗ് ഫോർ സീസൺ 3 ടു സ്റ്റാർട്ട് വെരി സൂൺ. താങ്ക് യു സോ മച്ച്.